ഹായ്, ഹോം വർക്കൗട്ട് സീരീസിലെ തേർഡ് പാർട്ടിലെ ആദ്യ വർക്കൗട്ട് ബർപ്പീസാണ്. ഇത് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സ്റ്റെപ്പിൻ്റെ മുകളിൽ കൈവെക്കുകയോ മറ്റും ചെയ്യുക. ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കൂടാതെ ചെയ്യുന്ന സമയത്ത് രണ്ട് ലെഗുകൾ ഒരുമിച്ച് ഫ്രണ്ടിലേക്കും പിന്നിലേക്കും കൊണ്ടുവരിക. നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറയുന്നത് പുഷപ്പ് വിത്ത് ഷോൾഡർ ടാപ്പ്. അതിൽ നമ്മളാരും പുഷപ്പ് അടിക്കുന്നില്ല. പുഷപ്പ് പൊസിഷനിൽ പരസ്പരം ഷോൾഡർ ടാപ്പ് ഒരു നിശ്ചിത കൗണ്ടിൽ നമ്മൾ ചെയ്യുന്നു. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും ചെയ്യാൻ പറ്റുന്ന കൗണ്ട്. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് വിത്ത് രണ്ട് വെയ്റ്റുകൾ. നമുക്ക് എടുക്കാൻ പറ്റുന്ന രണ്ട് വെയ്റ്റുകൾ നമ്മൾ കയ്യിൽ പിടിക്കുന്നു. ഇതിൽ 20 എണ്ണമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം വലതേ കാലിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 10 നിങ്ങൾ ഇടത്തേ കാലിൽ സ്റ്റെപ്പിലേക്ക് വെച്ചിട്ട് വേണം തുടങ്ങാൻ. ഈക്വലി നമ്മൾ മൂവ് ചെയ്യുന്ന സ്റ്റൈൽ ഒന്നാക്കണം. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ജമ്പിങ് ജാക്സ് വിത്ത് കോൺടേഴ്സ്. നോർമലി ജമ്പിങ് ജാക്സ് ചെയ്യുന്ന സ്റ്റൈലിൽ ഓരോ ജമ്പിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻഡ്സുകൾ മാറി മാറി കോണിനെ തൊട്ടാൽ മതി. കൂടാതെ ഇത്തരത്തിലൊരു കോൺ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ മുട്ടിന് താഴെ ഹൈറ്റ് വരുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് കോണിന് പകരം നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ജംപ് സ്ക്വാട്ട്. ഇതിനു മുമ്പ് നിങ്ങൾ സ്ക്വാട്ട് ചെയ്തതിൻ്റെ കൂടെ ഓരോ തവണ എഴുന്നേൽക്കുമ്പോഴും ടോയിൽ ജമ്പ് ചെയ്യുക. നമ്മുടെ ഈ കഴിഞ്ഞ 3 വർക്കൗട്ട് സീരീസിലും എല്ലാ വർക്കൗട്ടുകളും എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം ഓരോരുത്തരുടെ ഹൈറ്റിനും വെയ്റ്റിനും അനുസരിച്ച് അവരുടെ ഫ്ലെക്സിബിലിറ്റിയിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരുപാട് വെയിറ്റുള്ള ആൾക്കാർക്ക് ഒരുപാട് ഹൈറ്റിൽ ജമ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇപ്പം ചെയ്യുന്ന സീരീസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകൾ ഒരു 5 എണ്ണം, ആ 5 എണ്ണത്തിനെ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കൗട്ട് സീരീസുകൾ ഇനിയും അപ്ലോഡ് ചെയ്യും. അപ്പം അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് ഒരു വർക്കൗട്ട് ഷെഡ്യൂളിനെയാണ് പിന്നീട് നമ്മൾ ഉണ്ടാക്കുക. അതായത് ഒരു ഡേ ഇത്രയും പാർട്സിന് നമ്മൾ ചെയ്യുന്നു, അടുത്ത ഡേയിൽ ഇത്രയും പാർട്സിന് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു വർക്കൗട്ട് ഷെഡ്യൂൾസാണ് നമ്മൾ ഉണ്ടാക്കുക. നിങ്ങൾ ഈ വർക്കൗട്ടെല്ലാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ കലോറി എത്ര ബേൺ ചെയ്തു, നിങ്ങളൊരു സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ സ്മാർട്ട് വാച്ചിൽ ഒരു വർക്കൗട്ട് മോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓവറോൾ വർക്കൗട്ട് മോഡ് ഓൺ ആക്കാം. അതിലൊരു 800 മുതൽ ഒരു 1200 അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു ദിവസം ബേൺ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗംഭീരമായിരിക്കും. ഇൻക്ലൂഡിങ് അതിൻ്റെ കൂടെ ഒരു ഡയറ്റ് പ്ലാനും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കൗട്ടുകളുടെ ഇൻറ്റൻസിറ്റി കൂട്ടുകയും ആ ഇൻറ്റൻസിറ്റി കൂട്ടുന്ന സമയത്ത് ടോട്ടൽ കലോറി എത്ര ബേൺ ചെയ്തു എന്ന് ഒരു സ്മാർട്ട് വാച്ച് വെച്ചിട്ട് നമ്മളത് ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫൈനൽ നമുക്ക് വേണ്ട ഒരു ഫിറ്റ്നസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുക. അപ്പോൾ ഇതും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക.